അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സും കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫ്രിക്ഷൻ്റെ കുറച്ച് കേസുകളാണ്. അപ്പം ഇത് ശ്രദ്ധിച്ച് നിൽക്കണം, കാരണം ഇത് കൂടുതലും വരാൻ ഒക്കെ +1 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലൊന്നാണ്. എൻട്രൻസിനും ആവശ്യമുള്ളതാണ്. പിന്നെ ഇക്വേഷൻസ് ഉണ്ടാവും, അവസാനം ഉണ്ടാവും. അത് നമ്മൾ കാണാൻ പഠിക്കുകയാണെങ്കിൽ പഠിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിറൈവ് ചെയ്യാം. പക്ഷേ കാണാൻ പഠിക്കുന്നതായിരിക്കും നല്ലത്. പ്രോബ്ലംസ് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എല്ലാം കൂടെ ഡെറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അപ്പം ആദ്യത്തേതെന്ന് പറഞ്ഞാൽ, ഒരു കാറ് ഒരു സർക്കുലർ റോഡിൽ ഇങ്ങനെ പോവാണ്. അപ്പം ഈ കാറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഈ കാർ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇത് കാർ, ഇവിടെ ഒരു കാറുണ്ടെങ്കിൽ ആ കാർ ഇങ്ങനെ സർക്കുലർ കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പം ആ കാറിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഈ കാർ ഇങ്ങനെ വളഞ്ഞ് പോവുകയാണ്. ഇത് റോഡാണ്, ഈ രണ്ട് വരച്ചേക്കുന്ന റോഡാണ്. ഓക്കെ, അപ്പം ആ കേസിൽ അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് എൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ്, കാറിന് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് mg വെയിറ്റ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി വണ്ടിക്ക് 2 വീലുണ്ട്. 2 വീലിൽ 2 ഫ്രിക്ഷനാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നതിന് F1 ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിൽ, ഇവിടെ F2 ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പം അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്രിക്ഷൻ ഉപയോഗിച്ചാണ് ഈ സാധനം കറങ്ങുന്നത്. അപ്പം ഫ്രിക്ഷൻ ശരിക്കും പിറകോട്ടുണ്ടെന്നുള്ളത് പോലെ തന്നെ ഫ്രിക്ഷൻ ഈ ഒരു ഡയറക്ഷനിലേക്കും കൂടെ ഉണ്ട്, സൈഡിലേക്കൊരു ഡയറക്ഷനും കൂടെ ഉണ്ട്. കാരണം ആ ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ കാറിന് വേണ്ടത് സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കല്ലെടുത്ത് കൈയിട്ട് കറക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കല്ലിൻ്റെ ഒരു നൂല് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലിങ്ങനെ കറങ്ങുന്ന കേസിൽ നമുക്ക് ആ കല്ല് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും കൊടുക്കുന്നത്. ഇങ്ങോട്ട് നിൽക്കണമെങ്കിൽ ഈ ഫോഴ്സ് ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഓരോ പോയിന്റിലും നമ്മൾ അകത്തുള്ളിലേക്കൊരു വലി വലിക്കുന്നതുകൊണ്ടാണ് ഈ സാധനം കറങ്ങുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ആ വലി വിട്ട് കഴിഞ്ഞാൽ അത് തെറിച്ചങ്ങ് പോകും. അത് നമ്മൾ അന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു വലി എന്നുള്ള സാധനമാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് അവരുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വസ്തുവും കറങ്ങുള്ളൂ. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കല്ലിൻ്റെ കേസ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ടെൻഷനായിട്ട് നമ്മളെ മസിൽ പവറും ഉണ്ട്, അത് കൊടുത്തു. ഇനി നമ്മൾ ന്യൂക്ലിയസ് ഇലക്ട്രോൺ കറങ്ങുവാണെന്ന് ഒന്ന് വിചാരിച്ചു. അപ്പോൾ ന്യൂക്ലിയസ് പോസിറ്റീവാണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു വലി അപ്പോഴുണ്ട്, പോസിറ്റീവും നെഗറ്റീവായിട്ടൊരു വലിയുണ്ട്. ആ വലി കാരണം ഉണ്ടാകുന്ന ആ ഒരു പുല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് അത് കറങ്ങുന്നത്. അപ്പോൾ വലി വീഴുന്നില്ല, പകരം അത് കിടന്ന് കറങ്ങും. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ടൊന്നും വീഴത്തില്ല. അതുപോലെയാണ് എർത്തിൻ്റെ കാര്യം. എർത്ത് എലിപ്സാണ്, അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. എർത്ത് മൂണും വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയാം. മൂൺ കറങ്ങുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ളുകൊണ്ടാണ്. അപ്പം അത് ചുറ്റും കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ ഈ കേസിൽ ഈ വണ്ടിയും കറങ്ങണമെങ്കിൽ, നേരെ പോകണമെങ്കിൽ ഫ്രിക്ഷൻ പുറകോട്ട് മാറാൻ കൊടുത്താൽ മതി, മുന്നോട്ട് പൊക്കോളും. ഓക്കെ, കറങ്ങാൻ വേണ്ടി ജസ്റ്റ് ആ വണ്ടി റോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രിക്ഷൻ നമ്മൾ ടയർ കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും. പക്ഷേ സൈഡിലോട്ട് ഇവിടെ കറങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു റൊട്ടേഷൻ അവിടെ പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ, അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സിന് പകരം ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് കൊടുക്കുന്നത് ടയറിലെ ഫ്രിക്ഷൻ തന്നെയാണ്. അപ്പം 2 ടയറുണ്ട്, 2 ടയറിലെ ഫ്രിക്ഷൻ F1, ഇവിടെ ടയറിലെ ഫ്രിക്ഷൻ F2 ആണെന്ന് വിചാരിക്കുകയാണ്. ഓരോ ടയറിനകത്തും ഉണ്ടാകുന്ന റിയാക്ഷൻ രണ്ടാണെന്ന് വിചാരിക്കണം. കാരണം mg ഇവിടെ ഉള്ളത്, അപ്പം മുകളിലോട്ട് റിയാക്ഷൻ, അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ R1 + R2 mg ഈക്വൽ ആയിരിക്കും, അതാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. പക്ഷേ അത് സ്പ്ലിറ്റ് ചെയ്ത് 2 വീലിലോട്ടായിരിക്കും ആ റിയാക്ഷൻ ഫുൾ mg കൊടുക്കുന്നത്. ചിലപ്പം ഈ വീലിന് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈ വീലിന് കുറവായിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെങ്ങനെ ആയിക്കോട്ടെ. അപ്പം അത്രയും മനസ്സിലായി. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ഈ ഫ്രിക്ഷൻ F1 ഉണ്ട്, R1 ഇവിടെ ഉണ്ട്, F2 ഉണ്ട് ഇവിടെ. അപ്പം ഈ R1 കൊണ്ടുള്ള ഇന്നും ഈ റോഡും വീലും നമ്മളുള്ള മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും F1 കിട്ടുന്നത്. R2 മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും F2 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കി. ഇനി ഈ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ വീൽ, ഈ റോഡിൻ്റെ റേഡിയസാണ്. ഓക്കെ, നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, mv²/r ആണ്. അപ്പോൾ ആ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ വീലായിരിക്കും. M എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ മാസ് തന്നെ ആയിരിക്കും. V എന്ന് പറഞ്ഞാൽ വണ്ടി പോകുന്ന വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വെലോസിറ്റിയാണ്, അതായത് മാക്സിമം വെലോസിറ്റിയാണ്. അതായത് നമ്മൾ ഒരു വണ്ടി പതുക്കെയാണ് ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, പോസിബിളാണ്, പതുക്കെ കറങ്ങി പോകും. സ്പീഡ് പതുക്കെ കൂടിയാലും കറങ്ങും. അങ്ങനെ സ്പീഡ് കൂടി ഒരു പോയിൻ്റ് സ്പീഡ് കഴിഞ്ഞാൽ അവൻ്റെ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r ആണ്. mv²/r. അപ്പം എമ്മും ആറും കോൺസ്റ്റൻ്റ് ആണ് ഈ കേസ്, കാരണം റേഡിയസ് മാറുന്നില്ല, മാസം മാറുന്നില്ല. പക്ഷേ വെലോസിറ്റി കൂടി പർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാട്ടിയും കൂടുതലായാൽ വേണ്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്, mv²/r എന്ന് പറഞ്ഞാൽ അത് കറങ്ങാൻ വേണ്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നയാളാണ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ആ വേണ്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സിനെക്കാട്ടിയും കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ വേണ്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫ്രിക്ഷനെക്കാട്ടിയും കൂടിപ്പോയാൽ ഈ വണ്ടി പിന്നെ കറങ്ങത്തില്ല, ഈ വണ്ടി തെന്നിപ്പോവും. അപ്പോൾ തെന്നാതിരിക്കാൻ വേണ്ടി ആ വണ്ടിക്ക് ആ കർവിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും തന്നെ ഇത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്, അത് ഫിസിക്സ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മാത്തമാറ്റിക്സിലോട്ട് പോയാൽ മതി. അപ്പം ജസ്റ്റ് R1 + R2 mg ആണ്, അറിയാം. F1 μ R1 ആണ് ഞാൻ പറഞ്ഞു, F2 μ R2 ആണ്, അത് ഞാൻ പറഞ്ഞതാണ്.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് F1നെയും F2നെയും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ 2 ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് F1 F2 ആഡ് ചെയ്യുന്നു. mu × R1 + R2 ആവും. അതെന്ന് പറഞ്ഞാൽ R1 + R2 എന്ന് പറഞ്ഞാൽ mg ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അല്ല mu R1 + mu R2, അതാണ് mu × R1 + R2 എന്ന് എഴുതിയത്. R1 + R2 mg ആയതുകൊണ്ട് mu mg ആയിരിക്കും. ഫ്രിക്ഷൻ്റെ രണ്ട് വീലിൽ നിന്ന് വരുന്ന ഫ്രിക്ഷൻ്റെ സം ടോട്ടൽ F1 F2 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് mu × m × g എന്നുള്ള വരും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ mu × ടോട്ടൽ റിയാക്ഷൻ. ആ ടോട്ടൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ mg തന്നെയായിരിക്കും. സോ ടോട്ടൽ ഫ്രിക്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ mu mg. അത്ര തന്നെ ഇവിടെ ഉള്ളത്. നമ്മളത് കുറച്ചുകൂടെ ഓതൻറ്റിക് ആയിട്ട് ഒരു കൺവിൻസിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഫോർ കാർ ടു സ്റ്റേ ഇൻ ദ റോഡ്, തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് F1 + F2 എന്ന് പറയുന്ന ടോട്ടൽ ഫ്രിക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mv²/r. ആ പോകുന്ന വെലോസിറ്റി, ആ വണ്ടി പോകുന്ന വെലോസിറ്റിയുടെ സ്ക്വയർ ഇൻറ്റു മാസ് / r സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സാണ് വേണ്ടുന്നത് മിനിമം. അതിനേക്കാൾ കൂടുതലായ കുഴപ്പമില്ല, വണ്ടി കറങ്ങിപ്പോവും. പക്ഷേ അതിനെക്കാട്ടും കുറവായ പ്രശ്നമാണ്, വണ്ടി കറങ്ങത്തില്ല. സോ ഈ സാധനം ഗ്രേറ്റർ ആയിരിക്കണം mv²/r. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, F1 + F2 വരെ mu mg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, m ക്യാൻസൽ ചെയ്യുന്നു. ആൻഡ് v² ഷുഡ് ബി ലെസ് ദാൻ, കണ്ട് ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ലെസ് ദാൻ സിമ്പിളായി. ലെസ് ദാൻ = μg ആകണം. v ഷുഡ് ബി ലെസ് ദാൻ mu rg എന്ന് പറയും. അതായത് v mu rg കുറവാണെങ്കിൽ മാത്രമേ ഈ വണ്ടി തെന്നിപ്പോകാതിരിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്, മാക്സിമം വെലോസിറ്റി ആ വണ്ടിക്ക് ആ റോട്ടിൽ കൂടെ കറങ്ങിപ്പോകാൻ പറ്റുന്ന ആ എന്ന് പറഞ്ഞാൽ Vmax എന്ന് പറഞ്ഞാൽ √mu × r × g ആയിരിക്കും. mu rg ഇത് കാണാൻ പഠിച്ചോണം. √mu rg എന്ന് പറഞ്ഞാൽ കാണാൻ പഠിച്ചോണം. ഓക്കെ, സെറ്റ്. അപ്പം പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റൂട്ടാണ് മ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. മ്യൂ കൂടിക്കഴിഞ്ഞാൽ Vmax കൂടാം. അപ്പോൾ നല്ല ഫ്രിക്ഷണൽ സർഫസ് ആണെങ്കിൽ നമുക്ക് കുറേ കൂടെ സ്പീഡിൽ പോകാനായിട്ട് പറ്റും. റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുവാണെങ്കിൽ Vmax കൂട്ടും. അപ്പം വലിയ കർവാണെന്നുണ്ടെങ്കിൽ, കർവേച്ചറുള്ള വലിയ റേഡിയസ് ഉള്ള വലിയൊരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടിയ വെലോസിറ്റി മാക്സിൽ പോകാൻ പറ്റും. പിന്നെ ജി പിന്നെ മാറ്റാൻ പറ്റില്ല, എർത്ത് നിന്ന് മൂണിലോട്ടൊക്കെ മാറണമെങ്കിലേ ജി മാറുള്ളൂ. അപ്പം അതിനുണ്ട് ഓർത്തോണം, ആറ് കൂടിയാലും മ്യൂ കൂടിയാലും Vmax കൂടും, വെലോസിറ്റി മാക്സ് കൂടും. മാക്സിമം വെലോസിറ്റി പോകാൻ പറ്റുന്ന വെലോസിറ്റി Vmaxനെക്കാട്ടിയും ചെറിയ വെലോസിറ്റി നമുക്ക് പോകാം. പക്ഷേ ഇതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ സ്ലൈഡായി അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു കേസ് പഠിച്ചു. ഇനി അടുത്ത കേസ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഓഫ് ദ കർവ്ഡ് റോഡ്. അപ്പം എന്തോ കർവ്ഡ് റോഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഇന്ത്യയിൽ കുറച്ച് കാണാറില്ല, പക്ഷേ ചില സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ എങ്ങനെ ഇത് ചെയ്യുന്നത് വെച്ചാൽ റോഡ് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക, ഇന്ത്യയിൽ ഉണ്ടോ, നമ്മുടെ നാട്ടിൽ റോഡിൽ ഇങ്ങനെ എഞ്ചിനീയേഴ്സ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നോക്കുമ്പോൾ ഈ റോഡെല്ലാം സ്ട്രൈറ്റ് ആണ് കാണുന്നത്. എങ്കിലും ചെറിയ ചെരിവുണ്ടോ നമുക്കറിയില്ല. റോഡിനെ ചെറുതായിട്ട് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ, റോഡിനെ കുറച്ച് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും, കൂടുതൽ വെലോസിറ്റി പോകാൻ പറ്റും. മനസ്സിലായേക്കാം, അതാണ് പറയുന്നത്. കൂടുതൽ വെലോസിറ്റി പോകാനായിട്ട് സാധിക്കും ഫോർ സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കിക്കോ, ദ സിസ്റ്റം ഓഫ് റേസിംഗ് ദ ഔട്ടർ എഡ്ജ് ഓഫ് എ കർവ്ഡ് റോഡ് എബോവ് ഇറ്റ്സ് ഇന്നർ എഡ്ജ് ഈസ് കാൾഡ് ബാങ്കിങ് ഓഫ് ദ കർവ്ഡ് റോഡ്. പടം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സെൻട്രൽ സിസ്റ്റം മനസ്സിലായിക്കോളും. കർവ്ഡ് റോഡ് എബോവ് ഇറ്റ്സ് ഇന്നർ എഡ്ജ്. അപ്പം കർവ്ഡ് റോഡിൻ്റെ ഔട്ടർ എഡ്ജിനെ നമ്മൾ ഇന്നർ എഡ്ജിനെക്കാട്ടിയും കുറച്ചുകൂടെ പൊക്കി വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് ഓഫ് ദ കർവ്ഡ് റോഡ്. അപ്പം ആംഗിൾ ത്രൂ വിച്ച് ഔട്ടർ എഡ്ജ് ഓഫ് ദ കർവ്ഡ് റോഡ് ഈസ് റൈസ്ഡ് എബോവ് ഇന്നർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ബാങ്കിങ്. അതിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് പടം നോക്കിക്കോളുക. ഇതാ കണ്ടോ, പടം നോക്കിക്കോളൂ. പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ സാധനം ജസ്റ്റ് പൊക്കി വെച്ചേക്കാം. നേരത്തെ റോഡ് സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത്, ഇത് നമ്മൾ പൊക്കിയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഈ കേസിലെയും സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നേരെ ആ റോഡിൻ്റെ സെൻറ്ററിലേക്കാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലാതെ സെൻട്രിപിറ്റൽ ഫോഴ്സ് താഴോട്ടൊന്നും ആക്കിയില്ല, എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് കേസ് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സംഭവം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ റിസോൾവ് ചെയ്തെടുക്കാനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് ഓർത്തോണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് mg കാറിൻ്റെ താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ഞാൻ F1 F2 കൂടെ ചേർത്ത് F എന്നങ്ങ് വിളിക്കുക. നമ്മൾ നേരത്തെ നമുക്ക് മനസ്സിലായി F1 F2 കൂടെ രണ്ടിടത്തെങ്കിലും വലിയ ഉപയോഗമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വരും. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറയും. ആ എഫ് എന്ന് പറഞ്ഞാൽ താഴോട്ട് ഈ ഡയറക്ഷനിലായിരിക്കും, അല്ലാതെ ഇങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ഈ ഡയറക്ഷൻ സ്ട്രെയിറ്റ് ആയിരിക്കില്ല, ഈ ഡയറക്ഷൻ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ഷനാണ് നമുക്ക് കറങ്ങാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൃത്യം നടുക്കോട്ടുള്ള ഒരു ഫോഴ്സാണ്, സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ താഴോട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിത് റിസോൾവ് ചെയ്ത് ഈ ഡയറക്ഷനിലോട്ട് ആക്കേണ്ടി വരും, നമുക്ക് ആക്കാം. അപ്പം റിയാക്ഷൻ ഇതാണ്, ഇവിടെ mg ആണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും ഈ റിയാക്ഷൻ വരിക. അപ്പോൾ റിയാക്ഷൻ മേലോട്ടായിരിക്കും, അത് മനസ്സിലാക്കണം. ഇനി ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ തീറ്റ ആയിരിക്കണം അറിയാം. ഒന്നാമതെന്ന് പറഞ്ഞാൽ
ഈ സംഭവം ഫ്രിക്ഷനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു വെച്ചോ. എഫ് കോസ് റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തീറ്റ ഉണ്ടാവുന്നെങ്കിൽ ആ തീറ്റ ഈ തീറ്റ ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 2 പാരലൽ ലൈൻസ് വരച്ചിട്ട് അത് ട്രാൻസ്വേഴ്സ് വരച്ചാൽ ഇങ്ങനെ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. അതാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ റിയാക്ഷൻ ഉണ്ട്. അപ്പം റിയാക്ഷൻ നമ്മുടെ എം ജി അല്ലെങ്കിൽ ഈ ഒരു വെർട്ടിക്കലോട്ട് മേക്കുന്ന ആംഗിൾ തീറ്റായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എം ജി എന്ന് പറയുന്നത്. ഈ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആർ എന്ന് പറഞ്ഞ ലൈൻ. അപ്പോൾ എം ജി എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ ഓഫ് ആക്ഷനും ആർ എന്നുള്ള ലൈൻ ഓഫ് ആക്ഷനും ഈ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിൾ തന്നെയായിരിക്കും. പെർപെൻഡിക്കുലർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആ ആംഗിൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ റേഡിയസ് മാറുന്നില്ല, ആർ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് നോക്കണം. അപ്പം എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് ആറിനെ നമ്മളോട്ട് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ, എഫിനെ ഇങ്ങോട്ട് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ. നമ്മൾ ആ ആംഗിൾ കണ്ടുപിടിച്ച ആംഗിൾ കറക്റ്റായിട്ട് ചെയ്യണം. ഈ ആംഗിൾ മാറിപ്പോയത്, ഈ ആംഗിൾ ഇവിടെ മേളിലും ഈ ആംഗിൾ ഈ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മേളത്തെ കമ്പൗണ്ട് ആർ കോസ് തീറ്റ ആണെങ്കിൽ ഇവിടുത്തെ റൈറ്റിലത്തെ കമ്പൗണ്ട് ആയിരിക്കും ആർ കോസ് തീറ്റ. ഇത് ആർ സൈൻ തീറ്റ, ഇത് താഴോട്ടായിരിക്കും എഫ് സൈൻ തീറ്റ. ഓക്കെ, ഇത് 2 എഫ്, അത് 2 ആർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ആർ സൈൻ തീറ്റയും എഫ് സൈൻ തീറ്റയും കൂടെ ചേരുന്നതാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സിന് വേണ്ടുന്ന ആ ഒരു ഫോഴ്സായിട്ട് മാറുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് എന്താണ് പറയുന്നത്, എഫ് എന്ന് പറയുന്ന ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ, എഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് എഫ് കോസ് തീറ്റയും ആർ സൈനും കൂടെ ചേരുമ്പോഴാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുന്നത്. അത് കൂടുതലാണോ കുറവാണോ, അത് കൂടുതലായിരിക്കും. അത് കൂടുതലായിരിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മാത്സ് നോക്കാം. അതിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്, ആർ സൈൻ തീറ്റ എഫ് കോസ് തീറ്റയും കൂടെ കൂടുമ്പോഴത്തേക്ക് mv²/r ആവുന്നു. നമ്മൾ ഈ ഈക്വൽ ടു എടുക്കണം. നമ്മൾ ഡയറക്റ്റ് മാക്സിമം കണ്ടുപിടിക്കുക. നമ്മൾ ലെസ് താനൊക്കെ ഇട്ട് കളിക്കുന്നില്ല, ജസ്റ്റ് ഈക്വൽ ടു ഇങ്ങോട്ട് വേണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വി എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ആൻഡ് അതുപോലെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഈ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള ഫോഴ്സുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എം ജി എന്ന് പറയുന്ന ഫോഴ്സ് ഇനി പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് ആർ കോസ് തീറ്റയാണ്. എം ജി താഴോട്ടുണ്ട്, അതിൻ്റെ കൂടെ എഫ് സൈൻ തീറ്റയും താഴോട്ടുണ്ട്. ഇത് മൊത്തം ഒറ്റൊരു ബോഡിയാണെന്ന് വിചാരിക്കണം. നമ്മൾ വലിയൊരു ബോഡിയാണെന്ന് വിചാരിച്ചാൽ അത് കപ്പിൾ ഉണ്ടാവും, ടോർക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ച കാര്യം. ഇതെല്ലാം ഒറ്റൊരു പോയിൻറ്റ്, ഏകദേശം ഒരു പോയിൻറ്റ് പോലെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന അസംഷനാണ്. അത് നമുക്കറിയാം, എങ്കിലും നമ്മൾ അത് അസ്യൂം ചെയ്യണം. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ നിന്ന് എല്ലാ എടുത്തേക്കാണ് നമ്മൾ പറയുന്നത്. അല്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ടോർക്കും 2 കപ്പുള്ള അതിനെ പറ്റിയൊക്കെ പിന്നെ പഠിക്കാനുണ്ട്. ഇപ്പോൾ അത് നമ്മൾ എടുക്കുന്നില്ല. എം ജിയും എഫ് സൈൻ തീറ്റയും കൂടെ ചേർന്നത് ആർ കോസ് തീറ്റയ്ക്ക് തുല്യമായിരിക്കും. അത് എഴുതിയിട്ടുണ്ട്. എം ജിയും എഫ് സൈനും കൂടെ ചേരുന്നത് ആർ കോസ് തീറ്റയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ അതിനൊന്ന് മാറ്റി എഴുതിയാൽ ആർ കോസ് തീറ്റ എഫ് സൈൻ തീറ്റയും കൂടെ കുറച്ചാൽ എം ജി ആവും എന്നും പറയാം. ഓക്കെ, അപ്പം ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. ഈ 1ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനൊരു ടേം വരും. ഇപ്പോൾ നമുക്ക് v²/r കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ രീതിക്ക് വേണം നമ്മൾ ഡിറൈവ് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും LHSൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യണം, ആർ കോസ് ഡിവൈഡ് ചെയ്യുക. ഇതൊക്കെ മാത്സാണ്. മാത്സിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴേ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് ഇതിന് ആൻസർ കിട്ടത്തില്ല. അപ്പം ഈ മാത്സിൻ്റെ മെത്തേഡ് മാത്സായിട്ട് തന്നെ പോകണം. അവിടെ ഫിസിക്സുമായിട്ട് കൂട്ടിക്കുഴയ്ക്കല്ലേ, മാത്സിനെ മാത്സായിട്ട് തന്നെ കാണണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ കോസ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ആർ കോസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആർ ഇവിടെ ക്യാൻസൽ ആവും. ഇവിടെ f/r വരും, ഇവിടെ f/r വരും, ഫ്രിക്ഷൻ/r വരും. എന്നിട്ട് സൈൻ തീറ്റ എല്ലാം കോസ് തീറ്റ വെച്ച് ഇവിടെ ടാൻ തീറ്റ ആവും, കോസും ക്യാൻസൽ ആവും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതൊന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 ടേമിലും എന്താണ് ആർ കോസ് തീറ്റ ഡിവൈഡ് ചെയ്തിട്ട് നോക്കിക്കോളുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ആൻഡ് ഇതുപോലെ വരുമ്പോഴത്തേക്ക് f/r എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഡിവൈഡ് ബൈ റിയാക്ഷൻ ഫോഴ്സ് ആണ്. അപ്പം ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു റിയാക്ഷൻ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ f/r എന്ന് പറഞ്ഞാൽ മ്യൂ ആയിരിക്കും. സോ ഇതിങ്ങനെ വരും, ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ 1 - മ്യൂ ടാൻ തീറ്റ v²/r. പ്യുവർ മാത്തമാറ്റിക്സ് ആണ്, കൂടുതലും പറയാനില്ല. ഫിസിക്സ് മനസ്സിലാക്കുക, പിന്നെ മാത്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ആൻഡ് ഇക്വേഷൻ v² = rg ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 - മ്യൂ ടാൻ തീറ്റ എന്ന് വരും. അപ്പം ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, നമ്മൾ കാണാൻ പഠിക്കണം, വേറെ മാർഗ്ഗമൊന്നുമില്ല, അത് കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് 1 - മ്യൂ ടാൻ തീറ്റ. അപ്പം അത് നമ്മൾ കാണാൻ പഠിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷനില്ല. ഓക്കെ, ആൻഡ് അതാ v². അപ്പോൾ v എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ സംഭവമായിരിക്കും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് തീറ്റയ്ക്ക് 0 കൊടുത്ത് നോക്കിയാൽ നമുക്ക് μrg കിട്ടണം, v² μrg കിട്ടണം. ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. കാരണം ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ മ്യൂ ടാൻ 0 ഇവിടെ 0 ആയി പോകും. അപ്പോൾ μ/1 ആവും, rg ഇൻറ്റു μrg തന്നെ വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം മതി, മറ്റ് ഇക്വേഷൻ കാണാൻ പഠിക്കണമെന്നില്ല. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് ടാൻ തീറ്റയ്ക്ക് 0 കൊടുത്താൽ നമുക്ക് μrg കിട്ടിക്കോളും. ഓക്കെ,
പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ടാൻ ഓഫ് എ പ്ലസ് ബി മാത്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് 1 മൈനസ് ടാൻ എ ടാൻ ബി വിളിക്കും. ഇവിടെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. മ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ടാൻ ഫൈ ആണ്, അറിയാലോ. ആംഗിൾ ഓഫ് റിപ്പോസ് ഒക്കെ എടുത്ത് നമുക്ക് ടാൻ ഫൈ എന്ന് വിളിക്കാം. അപ്പോൾ ടാൻ ഫൈ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് 1 മൈനസ് ടാൻ്റെ ഒരു ടേം ടാൻ ഫൈ ഇൻറ്റു ടാൻ തീറ്റ. അതുപോലെയാണ്. അതൊന്നും ഇതൊട്ട് ബന്ധമൊന്നുമില്ല, കാര്യമൊന്നുമില്ലെങ്കിലും ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുക, ജസ്റ്റ് പഠിക്കുക, ജസ്റ്റ് ഒന്നുകൂടെ പിറകോട്ടൊക്കെ നോക്കിക്കോളുക, എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊക്കെ ഒന്ന് നോക്കിക്കോളുക. നമ്മൾ മാത്സ് വിളിച്ച് പാടും, ഫിസിക്സ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു കാര്യം മനസ്സിലാക്കുള്ളത്, ഇത് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യരുത്. ഇങ്ങോട്ട് റിസോൾവ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുക്കരുത്. നമ്മൾ ഈ ഡയറക്ഷനും താഴോട്ട് ഡയറക്ഷനും വെർട്ടിക്കൽ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനും തന്നെ റിസോൾവ് ചെയ്യണം. ഓക്കെ, അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ പണ്ടൊക്കെ ബോഡി സ്ലൈഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എം ജിയുടെ ഇൻക്യൂ ഡയറക്ഷനും എം ജി ഡയറക്ഷനാണ് ചെയ്യുന്നത്. അതല്ല ഇവിടെ അതേ അല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ചെയ്യണം. കാരണം ഈ വെർട്ടിക്കലാണ് ഇവിടെ നമ്മുടെ സെൻറ്റിപെറ്റൽ ഫോഴ്സ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഈ ഡയറക്ഷനിലോട്ട് നമ്മൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അവസാനം ഒന്നുകൂടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. ബെൻഡിങ് ഓഫ് സൈക്ലിസ്റ്റ്. ഒരു സൈക്ലിസ്റ്റ് ബെൻഡ് ചെയ്യുന്നതിനെ പറ്റി, വളയാൻ നേരത്തെ തന്നെ ബെൻഡ് ചെയ്യും. അപ്പം ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു സൈക്കിൾ ബെൻഡ് ചെയ്യുന്നെങ്കിൽ, തീറ്റ ആംഗിൾ ബെൻഡ് ചെയ്യുന്നെങ്കിൽ, ഇത് എം ജി ആണെന്നുണ്ടെങ്കിൽ ആ സൈക്കിളുണ്ട് റിയാക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. ഈ ടയറിന് പെർപെൻഡിക്കുലർ, ഈ തീറ്റയിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആറിനെ നമ്മൾ രണ്ടായിട്ട് സോൾവ് ചെയ്താൽ ഒന്ന് മുകളിലോട്ട് ആർ കോസ് തീറ്റയും ഇവിടെ ആർ സൈൻ തീറ്റയും കിട്ടും. ഇതെന്ന് വെച്ചാൽ 2 പാരലൽ ലൈൻസാണ്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പാരലൽ ഉണ്ടെങ്കിൽ ഇതും കറസ്പോണ്ടിങ് ആംഗിൾസാണ് 2 തീറ്റ ഈക്വൽ ആവുന്നത്. അപ്പോൾ ആർ കോസ് തീറ്റ പറഞ്ഞാൽ എം ജി ആയിരിക്കും. അതിൻ്റെ ആർ സൈൻ തീറ്റ എന്ത് ചെയ്യണം, സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കണം. അപ്പം ആർ സൈൻ തീറ്റ എം വി സ്ക്വയർ ബൈ ആർ ആണ്. അതുപോലെ ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എം ജി ആണ്. പക്ഷേ 1 2 കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വി സ്ക്വയർ ബൈ ആർ ജി കിട്ടാൻ വേണ്ടി നമ്മൾ ടാൻ തീറ്റ വി സ്ക്വയർ ബൈ ആർ ജി എടുക്കുന്നു. ആൻഡ് വി സ്ക്വയർ കൂടെ ആർ ജി ടാൻ തീറ്റ. അത്രേ ഉള്ളൂ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ആ തീറ്റ. ആംഗിൾ ബാങ്കിങ്ങും അല്ല, വേറൊന്നുമല്ല. ഇത് സൈക്കിൾ ബെൻഡ് ചെയ്യുന്ന ഒരു സംഭവം. സൈക്കിൾ ബെൻഡ് ചെയ്യുമ്പോൾ ഈ കേസിൽ ഈ ടൈപ്പാണ് അപ്രൂവ്. ഇപ്പം ഇത് ഇന്നത്തെ ലെക്ചർ ലെങ്ത് ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെക്ചറാണ്. എന്തായാലും നമ്മളത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. അപ്പം എളുപ്പമാണ്, വലിയ കാര്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം മൊത്തം ഒന്ന് സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കുക. ജസ്റ്റ് അത്രയൊക്കെ ഉള്ളൂ, സിമ്പിൾ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത് ന്യൂട്ടൺസ് ലോസിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ ന്യൂട്ടൺസ് ലോസിൻ്റെ നമുക്ക് ട്യൂട്ടോറിയൽസ് കുറച്ച് ചെയ്യാം ഇനിയുള്ള ക്ലാസ്സുകളിൽ. അപ്പോൾ ശരി, ടാറ്റ.